നമസ്കാരം. എന്നോട് ഇവർ ഈ ബ്രിട്ടാസൊക്കെ ഒരുപാട് നിർബന്ധിക്കുന്നുണ്ട്, നിങ്ങളോട് എന്തെങ്കിലും ഒരു ചോദ്യം ചോദിക്കണമെന്ന്. ഒരുപാട് ചോദ്യങ്ങൾ നിങ്ങൾ എന്നോടും ഞാൻ നിങ്ങളോടും പല പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. നമുക്ക് പരസ്പരം അങ്ങോട്ടുള്ള മറുപടികൾ ആസ്വദിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്ന കൂട്ടരാണ്. പക്ഷേ ഇത് വളരെ പൊതുവായിട്ടുള്ള ചോദ്യം ചോദിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഈ ഒരേ രംഗത്ത് പ്രവർത്തിക്കുന്ന, ഒരേ തൊഴിൽ രംഗത്ത് പ്രവർത്തിക്കുന്ന, പരസ്പരം മത്സരബുദ്ധിയോടുകൂടി കൊണ്ടിരിക്കുന്ന രണ്ടാളുകൾ അവരുടെ വ്യക്തിപരമായ സൗഹൃദ ബന്ധത്തിന് എത്രത്തോളം ആഴവും ആത്മാർത്ഥതയും സത്യസന്ധതയും ഉണ്ടാവും? നമ്മൾ ഉദാഹരണമായിട്ട് കാണരുത്. അല്ല, ഇതിപ്പം ഒന്നും കൂടി പ്ലേ അല്ലല്ല വേണ്ട, മനസ്സിലായി. അല്ല, ഞാൻ ചോദിക്കുന്നത് ഇത് പിന്നെ ഒരേ രംഗത്ത് പ്രവർത്തിക്കുന്നവർ എന്നുള്ള ഒരു ഹൈഫൻ്റെ അകത്ത് വരണ്ട. ഈ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള വ്യക്തിബന്ധവും അല്ലെങ്കിൽ ആത്മാർത്ഥ്യം എന്താണെന്നുള്ളതാണ് ഇതിൻ്റെ ബന്ധം അല്ലേ ഈ ചോദ്യത്തിന്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് പറയേണ്ട എന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങനെ തന്നെ പറയാം. കാര്യം ഒരേ രംഗത്ത് പ്രവർത്തിക്കുന്നതാണല്ലോ. ഇപ്പോൾ മമ്മൂട്ടിക്ക് എനിക്ക് എത്രയോ വർഷമായിട്ടറിയാം. ഞങ്ങൾ ഏതാണ്ട് 54 സിനിമകൾ ചെയ്തു. 54 സിനിമ എനിക്ക് തോന്നുന്ന മറ്റ് ഒരു ഭാഷയിലും ആരും ചെയ്തിട്ടില്ല. ഇത്തരം ഇപ്പോൾ എല്ലാ സമയത്തും 2 പേരുണ്ടായിട്ടുണ്ട് അല്ലേ. ഇപ്പോൾ MGR, ശിവാജി ഗണേശൻ, അല്ലെങ്കിൽ അമിതാഭ് ബച്ചൻ, ആ സമയത്ത് ധർമ്മേന്ദ്ര, തെലുങ്കിലും അതുപോലെ കന്നഡയിലും മലയാളത്തിലും സത്യൻ, പ്രേം നസീർ, അല്ലെങ്കിൽ മധുസാറ്, സോമൻ, സുകുമാരൻ. എനിക്കും മമ്മൂട്ടിക്കും മാത്രമേ ഈ 54 സിനിമകൾ ചെയ്യാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞിട്ട് അത് എനിക്ക് തോന്നുന്ന മലയാളത്തിൽ മാത്രം ഞങ്ങൾ വർക്ക് ചെയ്തുകൊണ്ടാണ്, കേരളത്തിൽ ജനിച്ചതുകൊണ്ടാണ് എന്നൊക്കെ ഞാൻ വിശ്വസിക്കുന്നു. ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പരസ്പരം ഒരു റെസ്പെക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ 2 മനുഷ്യരാണ്, 2 പിന്നെ എന്താണ് ദൈവം ക്രിയേറ്റ് ചെയ്ത 2 ജീവനാണെന്ന് മനസ്സിലാക്കുക എന്നുള്ളതൊന്ന്. പിന്നെ അദ്ദേഹം എൻ്റെ സുഹൃത്താണ് എന്ന് ഞാൻ പറയുമ്പോൾ അദ്ദേഹം ചെയ്യുന്ന എല്ലാ പ്രവൃത്തികൾക്കും എനിക്ക് അംഗീകരിക്കപ്പെടേണ്ടതാണ്, ഞാനിത് ഇഷ്ടപ്പെടുന്നതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ അങ്ങനെ പറയാൻ പാടില്ല, അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ചെയ്തു എന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. അതിപ്പം ഒരു പ്രൊഫഷണലായിട്ട് ഒരു ഈഗയും എൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല, അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. നല്ലൊരു സിനിമ മമ്മൂട്ടി ചെയ്യുമ്പോൾ ശ്രീ മോഹൻലാൽ മമ്മൂട്ടിയെ വിളിച്ചിട്ട് മമ്മൂട്ടിക്ക ഗംഭീരമായി അങ്ങനെ പറയേണ്ട കാര്യം ആദ്യം മുതലേ ഞങ്ങൾ ചെയ്തിട്ടില്ല. അതെന്തിനാണ് പറയുന്നത്? അല്ലാതെ ആ സിനിമ ഓടുന്നതിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ആളാണ് ഞാൻ. അദ്ദേഹം എൻ്റെ ഈ ദൃശ്യം എന്നുള്ള സിനിമ അദ്ദേഹം കണ്ടിട്ടുണ്ട്. അദ്ദേഹം എൻ്റെ അടുത്ത് ഇന്ന് ഞാൻ അങ്ങനെ ചോദിച്ചാൽ പറഞ്ഞു വളരെ നന്നായിരിക്കുന്നു എന്ന് പറഞ്ഞു. അല്ലാതെ ഇത് കണ്ട ഉടനെ എന്നെ വിളിച്ച് ഭയങ്കരമായിരിക്കുന്നു അങ്ങനെ പറയേണ്ട കാര്യമില്ല. അത് പറയാത്തത് കൊണ്ട് എനിക്ക് സങ്കടമില്ല. കാര്യം അത് പറയാതെ തന്നെ പുള്ളിക്ക് എന്നെ ഇഷ്ടമാണ്. ഇപ്പോൾ ഈ സിനിമ നന്നായതുകൊണ്ട് മാത്രം അദ്ദേഹം എൻ്റെ കൂടുതൽ ഇഷ്ടത്തിലേക്ക് പോകുന്നില്ല. എത്രയോ വർഷത്തെ പുള്ളി പറഞ്ഞല്ലോ, എത്രയോ ചോദ്യങ്ങൾ ഞങ്ങൾ ചോദിക്കുകയും പറയുകയും ഒക്കെ ചെയ്തതാണെന്ന്. അപ്പോൾ ഒരു രംഗത്ത് പ്രവർത്തിക്കുന്ന 2 പേർ തമ്മിൽ എൻ്റെ ഭാഷയിൽ സ്നേഹം മാത്രമേ പാടുള്ളൂ.